ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംഒ ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ അയോൺസിൻ്റെ കാര്യം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. സോ ടുഡേ വി ആർ ഡിസ്കസിങ് എംഒ ട്രീറ്റ്മെൻറ്റ് ഓഫ് H2 മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾസ് ബോത്ത് ഹൈഡ്രജൻ ആറ്റംസ് ആർ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ HA and HB combine to form H2 മോളിക്യൂൾ അല്ലേ. ഹൈഡ്രജൻ 1ഉം ഹൈഡ്രജൻ 2ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഈ ഒരു കേസിൽ HA ഹൈഡ്രജൻ HB ഹൈഡ്രജൻ എന്ന് നമുക്ക് രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. കാരണം ബോത്ത് ഹൈഡ്രജൻ ആറ്റംസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഈച്ച് ന്യൂക്ലിയസ് ഹാവിങ് എ സിംഗിൾ ഇലക്ട്രോൺ. Okay, so the pure atomic orbital wave functions of two hydrogen atoms are represented as psi A and psi B. Psi A and psi B. അപ്പം പ്യുവർ അറ്റോമിക് ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi A and psi B എന്ന് പറയുന്നത്. When an electron is close to the nucleus of one of hydrogen atom, എങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇത് കാരണം നമ്മൾ H+ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ സിമ്പിളായിട്ട് വേഗം പറഞ്ഞു പോകുന്നത്. H+ പഠിച്ച കുട്ടികൾക്ക് ഇത് എളുപ്പമാണ്, ഒന്നുമില്ല, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രം. വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ക്ലോസ് ടു ന്യൂക്ലിയസ് ഓഫ് എ, ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുക. ആ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അതിൻ്റെ ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലോസ് ടു ഇറ്റ്സ് ന്യൂക്ലിയസ് അങ്ങനെ വരികയാണെങ്കിൽ ഇതെന്തായിട്ട് ആക്ട് ചെയ്യാം? ഇൻഡിവിജ്വൽ ആറ്റമായിട്ട് ആക്ട് ചെയ്യും. When an electron of psi B is attached close to this nucleus, എന്താ സംഭവിക്കുക? It behaves as an individual atom. അപ്പം when an electron is close to the nucleus of one hydrogen atom, it wave function closely resemble to its atomic orbital. So reasonable first approximation. അപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ വിചാരിക്കുക. എന്താ നമ്മൾ കാണുന്നത്? HAയുടെ ഇലക്ട്രോൺ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നു, HBയുടെ ഇലക്ട്രോൺ അതിന് തൊട്ടടുത്ത് നിൽക്കുന്നു. ഓക്കെ, ആ ഒരു കണ്ടീഷൻ. സോ ദ MO we are using a first approximation and the molecular orbital will be the linear combination of the two atomic orbitals, that is psi A and psi B. We will get psi MO, that is molecular orbital wave function, that is equal to C1 psi A plus C2 psi B. C1 ഉം C2 ഒക്കെ എവിടുന്നാണ് വന്നതെന്ന് H2+ അയോൺസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ട്രീറ്റ്മെൻറ്റ് പഠിച്ച കുട്ടികൾക്ക് മനസ്സിലാവും. ഹിയർ C1 ആൻഡ് C2 ആർ കോൾഡ് വെയിറ്റേജ് കോഎഫിഷ്യൻറ്റ് ആൻഡ് psi A and psi B be the wave functions of an individual atom A and B respectively. Okay, ഇനി the square of the coefficients C1 and C2 in this linear combination respectively show the extent of combination of psi A and psi B to the MO. അല്ലേ, എന്താ പറഞ്ഞത്? ഈ C1ൻ്റെയും C2ൻ്റെയും സ്ക്വയർ നമ്മൾ കാണുകയാണെങ്കിൽ, സ്ക്വയർ ഓഫ് ദിസ് കോഎഫിഷ്യൻ, ദറ്റ് ഈസ് C1 ആൻഡ് C2, which represents the linear combination of the extent of combination of psi A and psi B. psi Aയുടെയും psi Bയുടെയും എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പിനേഷൻ നമുക്ക് കിട്ടും. നമുക്കറിയാം H2 എന്ന് പറയുന്ന ഒരു ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് ആയതുകൊണ്ട് psi Aയ്ക്കും psi Bയ്ക്കും ഉണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഈക്വൽ വെയിറ്റേജ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഈക്വൽ എനർജിയുമായിരിക്കും. സോ ദാറ്റ് മീൻസ് psi A and psi B, psi Aയ്ക്കും psi Bയ്ക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്, ഈക്വൽ എനർജിയുമാണ് ഇവർക്ക് ഉണ്ടാക്കും. കാരണം ഒരു ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. സോ ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും ഇവിടെ നമ്മൾ രണ്ടെണ്ണത്തിനും കൊടുക്കുക. അപ്പോൾ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പം വി ഗെറ്റ് എന്താ കിട്ടുക? C1 സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ C1 ഈക്വൽ ടു എന്തായിട്ട് വരും? പ്ലസ് ഓർ മൈനസ് C2 എന്ന് വരും, പ്ലസ് ഓർ മൈനസ് C2. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ദാറ്റ് മീൻസ് എന്തായിരിക്കും? അത് 1 ആയിരിക്കും. C1 ആയിട്ട് നമ്മൾ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ കോമ്പിനേഷൻ പ്രകാരം നമ്മൾ psi പ്ലസ് എന്ന് പറഞ്ഞ് എഴുതുമ്പം നമുക്ക് എന്ത് കിട്ടും? psi A പ്ലസ് psi B എന്നും, psi മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതും? C1 ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? psi A മൈനസ് psi B എന്ന് നമുക്ക്
എഴുതാം. ഓക്കെ, ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു അറ്റോമിക് ഓർബിറ്റൽ ഏതൊക്കെയാണ്? സൈ എയും സൈ ബിയും. ലീനിയർ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മോനെ? വേവ് ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു, വേവ് ഫംഗ്ഷൻ ഡിഫറൻസ് എടുക്കുന്നു, മൈനസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ സൈ എ സൈ ബി എന്നൊക്കെ പറയുന്നത്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ടു അറ്റോമിക് ഓർബിറ്റൽ സൈ എ ആൻഡ് സൈ ബി ഗീവ്സ് ടു മോളിക്കുലാർ ഓർബിറ്റൽ ദാറ്റ് ഈസ് psi plus and psi minus. Linear combination of two atomic orbitals psi A and psi B gives two molecular orbital psi plus and psi minus corresponding energy E plus and E minus for different values of internuclear distance R. ഓക്കെ, നമ്മളിവിടെ പൊട്ടൻഷ്യൽ എനർജി കർവ് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് ഈ പ്ലസിൻ്റെതും ഈ മൈനസിൻ്റെതും കിട്ടും. പൊട്ടൻഷ്യൽ എനർജി കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം ദിസ് ഈസ് ഫോർ ഇ പ്ലസ് ആൻഡ് ദിസ് ഈസ് ഫോർ ഇ മൈനസ്. കണ്ടോ, എനർജി കുറവുള്ളത് ഇത് എനർജിയാണ്, എനർജി വേഴ്സസ് ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. നമ്മൾ വരയ്ക്കുമ്പം ഇ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കുറവുള്ള സ്റ്റേറ്റിലായിരിക്കും കിട്ടുക. ഇ മൈനസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ച് എനർജി കൂടുതലായിരിക്കും. ഇൻഡിവിജ്വൽ ആറ്റത്തിനേക്കാളും അതിനെന്തായിരിക്കും? എനർജി കൂടുതലായിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽ ആറ്റത്തിനേക്കാൾ അതിന് എനർജി കൂടുതലായിരിക്കും. ഓക്കെ, സോ മിനിമം വാല്യൂ തിയററ്റിക്കലി നമുക്ക് കിട്ടുന്ന മിനിമം വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയററ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമം ഇൻ ദ തിയററ്റിക്കൽ കർവ് ദറ്റ് ഈസ് ഇ പ്ലസ് എനർജി. തിയററ്റിക്കൽ കർവിൻ്റെ മിനിമം വാല്യൂ, അതായത് എനർജി ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വാല്യൂ 84 പൈക്കോമീറ്ററും അതിൻ്റെ എനർജി വാല്യൂ ഇത് ആർ വാല്യൂ ആണ്, ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 84 പൈക്കോമീറ്ററും ആ ഇ പ്ലസിൻ്റെ എനർജി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -258.6 കിലോ ജൂൾസ് പെർ മോളുമാണ്. ഓക്കെ, ഇതാണ് തിയററ്റിക്കൽ വാല്യൂ. എക്സ്പെരിമെൻ്റലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 74 പൈക്കോമീറ്ററും -458 കിലോ ജൂൾസ് പെർ മോളും ആണ്. അപ്പോൾ നമ്മളോട് എന്ത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ ഇങ്ങനത്തെ ഒരു വാല്യൂ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ നടത്തി കുറച്ചുകൂടി, അല്ലേ? നമ്മൾ ഇലക്ട്രോൺ റിപ്പൾഷൻ ഫാക്ടറും കൂടി പാരാമീറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇതുപോലെ ഈ സിസ്റ്റത്തിലേക്കും ഈ പറഞ്ഞ ഹൈഡ്രജൻ മോളിക്യൂൾസിലേക്കും നമ്മൾ ഇൻഡിവിജ്വൽ കേസ് മാത്രം, എക്സ്ട്രീം കേസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്? സൈ എ എന്ന് പറയുന്ന എച്ച് എ എന്ന് പറയുന്നുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നു, എച്ച് ബി എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഒരു ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ സൈ എ സൈ ബി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതുമാത്രം പോരാ, സൈ എയുടെ ആ ഒരു ഇലക്ട്രോൺ, എച്ച് എയുടെ ഇലക്ട്രോൺ എച്ച് ബി ന്യൂക്ലിയസിൽ അട്രാക്റ്റ് ചെയ്യും. എച്ച് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ എച്ച് എന്ന് പറയുന്ന ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ആ കേസും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? ഈ വാല്യൂ എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഏത് വാല്യൂ? ഈ 84 പൈക്കോമീറ്റർ -258.6 കിലോ ജൂൾസ് പെർ മോൾ എന്നുള്ള എനർജി വാല്യൂ എക്സാക്റ്റുമായിട്ടുള്ള 74 പൈക്കോമീറ്ററിനും -458 കിലോ ജൂൾസ് പെർ മോളിനോടും ഈക്വലാവും. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു സെമസ്റ്ററിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ തീരൂല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളത് വലിയ വലിയ ക്ലാസ്സുകളിൽ പി ജിക്കൊക്കെ പോകുമ്പോൾ പഠിക്കും. അപ്പം നമ്മൾ ഇത്രയും എഴുതി വെച്ചാൽ മതിയിട്ട് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു മിനിമം എനർജി എന്ന് പറഞ്ഞു, അല്ലേ? എവിടെ? ഈ ഒരു ഇ പ്ലസിനകത്ത് മിനിമം എനർജി എന്ന് പറഞ്ഞു. എന്താണ് ഈ മിനിമം എനർജി എന്ന് പറഞ്ഞാൽ? ദ സിസ്റ്റം സ്റ്റേറ്റ് മിനിമം എനർജി. ദ സിസ്റ്റംസ് അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി മീൻസ് ഓർ system attains a minimum energy is called the equilibrium state. Minimum energy is called what? Equilibrium state, where the two electrons and the two nucleus settle in the position that maximize electron nucleus attraction and minimize electrons and nucleus repulsion. That state is called minimum energy state or minimum state. ഓക്കെ, അപ്പോൾ എന്താണ് മിനിമം എനർജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. എന്താണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾസിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട് നമുക്കറിയാം, 2 ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം. ഈ ന്യൂക്ലിയസും ഈ 2 ന്യൂക്ലിയസും 2 ഇലക്ട്രോൺസും ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷൻ മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൾഷൻ ആൻഡ് ന്യൂക്ലിയർ റിപ്പൾഷൻ മിനിമൈസ് ചെയ്തുകൊണ്ട് വരുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിനിമം എനർജി പൊസിഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് നമ്മൾ
വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എഴുതിയ ഈ സൈ പ്ലസ് എന്ന് പറഞ്ഞ എനർജി കുറവായിട്ടുള്ള ഈ സൈ പ്ലസിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നും സൈ മൈനസിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നുമാണ് വിളിക്കുന്നത്. സൈ പ്ലസിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നും സൈ മൈനസിനെ നമ്മൾ എന്താ വിളിക്കുക? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നുമാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ പിക്ചർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് വേവ് ഫംഗ്ഷൻ. വാട്ട് ഈസ് മെൻ ബൈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ? എന്താണ് ഇവരുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇവന്മാരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്? അതാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ H2+ അയോൺസിൻ്റെ മോളിക്കുലാർ നമ്മൾ MO മോളിക്കുലാർ ഓർബിറ്റൽസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് MO ട്രീറ്റ്മെൻറ്റ് ഓഫ് H2+ അയോൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്ത് പറയാൻ വേണ്ടിയിട്ട്? ഫിസിക്കൽ പിക്ചർ ഓഫ് ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് വേവ് ഫംഗ്ഷൻ പറയാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്കറിയാം സൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/√2 ഇൻറ്റു സൈ എ പ്ലസ് സൈ ബി എന്നും സൈ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 ഇൻറ്റു സൈ എ മൈനസ് സൈ ബി എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അക്കോർഡിംഗ് ടു ബോൺ ഇൻ്റർപ്രിട്ടേഷൻ, എന്താ പറയുക? ബോൺ പറഞ്ഞത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ബോൺ ഇൻ്റർപ്രിട്ടേഷൻ, ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. അല്ലേ? എന്താ ബോൺ പറഞ്ഞത്? സൈ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. സൈ എന്ന് പറയുന്ന വാല്യൂസിന് ദർ ഈസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ബട്ട് സൈ സ്ക്വയർ ഹാസ് സിഗ്നിഫിക്കൻ. അല്ലേ? സൈ സ്ക്വയർ ഹാസ് സിഗ്നിഫിക്കൻ. എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻ? ഇറ്റ് റെപ്രസെൻറ്റ്സ് or it find the probability of, it gives the probability of finding electrons anywhere within the nucleus or anywhere around the nucleus. അതല്ലേ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ബോൺ പറയുന്നത്, ബോൺ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞത് എന്താണ്? ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഓഫ് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ സൈ സ്ക്വയർ. അപ്പം നമ്മളിവിടെ സൈ പ്ലസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണുക? ഹാഫ് ഓഫ് സൈ എ പ്ലസ് സൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് സൈ എ സ്ക്വയർ പ്ലസ് ഹാഫ് ഓഫ് സൈ ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു സൈ എ സൈ ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഇൻറ്റു ഹാഫും വെട്ടിക്കൂടെ? 2 ഇൻറ്റു ഹാഫ് വെട്ടിക്കൂടെ? 1/2 ഇൻറ്റു 2 വെട്ടിക്കൂടെ? അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് സൈ എ ഇൻറ്റു സൈ ബി എന്ന് എഴുതാം. സോ ഇതാണ് സൈ പ്ലസ് സ്ക്വയർ. ഇനി എന്താ മക്കളെ സൈ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു സൈ എ മൈനസ് സൈ ബി സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനെ മാറ്റി എഴുതുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സൈ എ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു സൈ ബി സ്ക്വയർ മൈനസ് 2 ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു സൈ എ സൈ ബി മൈനസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു സൈ എ സൈ ബി എന്ന് വരും. ഹാഫും 2ഉം പോയി കഴിഞ്ഞാൽ മൈനസ് സൈ എ ഇൻറ്റു സൈ ബി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയാലോ സൈ എ സ്ക്വയർ ആൻഡ് സൈ എ സ്ക്വയർ ആൻഡ് സൈ ബി സ്ക്വയർ റെപ്രസെൻറ്റ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർബിറ്റൽ സൈ എ ആൻഡ് സൈ ബി. സൈ എ സൈ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിൻ്റെ കാണാനുള്ള ചാൻസാണ്, ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് സൈ എ സ്ക്വയർ സൈ ബി സ്ക്വയർ എന്ന് പറയുന്നത്. വാട്ട് അബൌട്ട് സൈ എ സൈ ബി? എന്താണ് സൈ എ സൈ ബി എന്നുള്ള ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൈ എ സൈ ബി റെപ്രസെൻറ്റ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ഇൻ ദ ഇൻ്റർന്യൂക്ലിയർ റീജിയൻ. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന വാക്കുകളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സൈ എ സൈ ബി എന്ന് പറഞ്ഞാൽ? ഇൻഡിവിജ്വൽ ആറ്റത്തിനകത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി. ദെൻ വാട്ട് അബൌട്ട് സൈ എ സൈ ബി? സൈ എ ഇൻറ്റു സൈ ബി റെപ്രസെൻറ്റ് the enhancement of the probability of finding electrons in the internuclear region. ഓക്കെ, സൈ പ്ലസ് റെപ്രസെൻറ്റ് എന്താണ്? സൈ പ്ലസ് പറയുന്നത് ഇവിടെ സൈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് എൻഹാൻസ് പ്ലസ് സൈ എ സൈ ബി എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആയിരിക്കും.
സൈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഐ എ സൈ ബി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ എൻഹാൻസ്മെൻറ്റ് എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരില്ലേ? അപ്പോൾ സൈ എ സൈ ബി എൻഹാൻസ്മെൻറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ, സൈ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനർജിയും കുറയല്ലേ വേണ്ടേ നിങ്ങളുടെ മനസ്സിൽ വരില്ലേ? അങ്ങനെയല്ല. ഇഫ് സൈ പ്ലസ് ഗ്രേറ്റർ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലേ? സൈ പ്ലസിനകത്ത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. കാരണം പ്ലസ് സൈ എ സൈ ബി എന്നാണ് വന്നത്. അപ്പോൾ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ലോവർ എനർജി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം എന്താ പറഞ്ഞത്? സൈ പ്ലസ് ഹാസ് ഗ്രേറ്റർ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഹാസ് ലോവർ എനർജി ദാൻ ഐദർ ഓഫ് ഇൻഡിവിജ്വൽ അറ്റോമിക് ഓർബിറ്റൽ സൈ എ ആൻഡ് സൈ ബി. സൈ എ സൈ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ എനർജി കുറവായിരിക്കും സൈ പ്ലസിന്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈ പ്ലസിനെ നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെയാണ് സൈ മൈനസ് ആണെങ്കിലോ അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറവാണല്ലേ? മൈനസ് സൈ എ സൈ ബി എന്നാണ് പറഞ്ഞത്. സൈ മൈനസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ഹയർ എനർജി ദാൻ ഐദർ ഓഫ് ദ ഇൻഡിവിജ്വൽ അറ്റോമിക് ഓർബിറ്റൽ സൈ എ ആൻഡ് സൈ ബി. സൈ എ എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റലിനെ സൈ ബി എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ എനർജി കൂടുതലായിരിക്കും ആർക്ക്? സൈ മൈനസ് എന്ന് പറയുന്ന മോളിക്കുലാർ ഓർബിറ്റലിന്. അതിനെ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ ഒരു പിക്ചർ കാണാം. ഓക്കെ മക്കളെ, നമുക്കൊരു പിക്ചർ കാണാം. ഇതാണത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആൻറ്റി ബോണ്ടിങ്ങിൻ്റെയും ബോണ്ടിങ്ങിൻ്റെയും പിക്ചറാണ് നമ്മൾ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഓർബിറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, അറ്റോമിക് ഓർബിറ്റിലാവുമ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ പറ്റുക? ഒന്ന് നോക്കിയേ, ഒരു മിനിറ്റ് നോക്കിയേ, നമുക്കിവിടെ എന്താ കാണാൻ പറ്റുന്നത് നോക്കിയേ. സൈ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആറ്റം, ഇത് ആറ്റം എ, ഇത് ന്യൂക്ലിയസ് ബി, HAHB. സൈ എ എന്ന് പറയുമ്പോൾ നോക്കിയ മക്കളെ, എങ്ങനെ കണ്ടോ നിങ്ങൾ? സൈ എയുടെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, സൈ ബിയുടെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം സൈ എ പ്ലസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാവുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കൺസ്ട്രക്ഷൻ നടക്കും. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, അപ്പം ഇൻ്റർ ന്യൂക്ലിയർ റീജിയൻ, ആ രണ്ട് ന്യൂക്ലിയസിൻ്റെയും ഇടയിലുള്ള റീജിയനിലാണ് സൈ എ പ്ലസ് സൈ ബി എന്ന് പറയുന്നത്. മറ്റത് ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ പ്രോബബിലിറ്റിയാണ്. നോക്കൂ, സൈ എ പ്ലസ് സൈ ബി എന്ന് പറഞ്ഞാൽ സൈ പ്ലസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഓറഞ്ച് നോക്കൂ, ഇങ്ങനെ തുടങ്ങി ഇൻ്റർ ന്യൂക്ലിയർ റീജിയനിൽ എവിടെയൊക്കെയോ കാണും സൈ ബി. ഓക്കെ, ഇത് സൈ എക്ക് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. പിന്നെ ആർക്കാണുള്ളത് സിഗ്നിഫിക്കൻസ് ഉള്ളത് നമ്മുടെ സൈ സ്ക്വയറിനാണ്. അതാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. സൈ സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, സൈ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ, സൈ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ. എന്താണ് സൈ പ്ലസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റം വരുമ്പോൾ കണ്ടോ, കുറച്ച് എൻഹാൻസ് ചെയ്ത് വന്നു. ദിസ് ഈസ് കോൾഡ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതിനെയാണ് നമ്മൾ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, ബോണ്ടിങ് MO എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലേക്ക് നോക്കൂ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൈ എ സൈ ബി, സോ ഇൻഡിവിജ്വൽ HHB. സൈ എയുടെ ഇലക്ട്രോൺ പ്രോബബിലിറ്റി സൈ സ്ക്വയർ ആവണം. സോ സൈ എയുടെ ഡിസ്ട്രിബ്യൂഷൻ, സൈ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി വാട്ട് അബൌട്ട് ഇറ്റ് സൈ മൈനസ്, ദാറ്റ് ഈസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിനകത്ത് വരുമ്പോൾ എന്ത് വരും? അതാ ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ കണ്ടോ, നമുക്ക് ശ്രദ്ധിച്ചേ. സൈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ദെൻ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ബോണ്ടിങ്ങിൽ ഇത് എൻഹാൻസ് ചെയ്യുക ചെയ്തത്, എന്നാൽ ആൻറ്റി ബോണ്ടിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ സൈ സ്ക്വയർ എടുക്കുമ്പോൾ എന്താവും? ഈ നെഗറ്റീവ് അല്ലെങ്കിൽ താഴേക്കുള്ളത് എന്തായിട്ട് മാറും? സൈ സ്ക്വയർ എടുക്കുമ്പോൾ -1ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ. -2ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് 4 ആണ്. -2 × -2, ദാറ്റ് ഈസ് 2 × 2 4, -1 പ്ലസ്, ആ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യും? സൈ എ സൈ ബി, അത് പോസിറ്റീവായിട്ട് മുകളിലേക്ക് വരും. സൈ എ
സൈ ബി. അതിൻ്റെ ആൻറ്റിബോണ്ടിങ് സൈ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻറ്റിബോണ്ടിങ് സ്ക്വയർ ഇങ്ങനെയല്ല വരുന്നത്, പിന്നെ എങ്ങനെയാണ് കണ്ടോ, ഡിഫറെൻറ്റ്, അതായത് താഴേക്ക് കണ്ടോ. ഓക്കെ, ക്ലിയർ. അത് ഇങ്ങനെയാക്കി വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ, ഈ കോമ്പൗണ്ടിൻ്റെ ഒരു എനർജി വാല്യൂ, നമുക്ക് എനർജി ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. എനർജി ഡയഗ്രാം വരയ്ക്കുമ്പം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഇത് അറ്റോമിക് ഓർബിറ്റലാണ്. സോ ദിസ് ഈസ് അറ്റോമിക് ഓർബിറ്റൽ ആൻഡ് ദിസ് വൺ ഈസ് അനദർ അറ്റോമിക് ഓർബിറ്റൽ. So the atomic orbital, two atomic orbitals combine to form two molecular orbital. These two are molecular orbital. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അത്. These two are molecular orbital having energy. One is lower than corresponding either of this atomic orbital, and this one having energy is greater than either of these two atomic orbital, അല്ലെങ്കിൽ either of the atomic orbital. This lower energy molecular orbital is called bonding molecular orbital, and higher energy molecular orbital is called anti-bonding molecular orbitals. ഇതാണ് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഫിസിക്കൽ പിക്ചർ. ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാലുള്ള ഫിസിക്കൽ പിക്ചർ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി. നമ്മൾ പറഞ്ഞു സൈ എ എന്ന് പറയുന്നൊരു വേവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ സൈ എ എന്ന് പറയുന്നതിൻ്റെ വേവ് ഫംഗ്ഷൻ. സൈ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ് സൈ ബി എന്ന് പറയുന്നത്. ഇനി ഇത് ലീനിയർ കോമ്പിനേഷൻ LCAMO മെത്തേഡ് നടന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻ ലീനിയർ ദീസ് ആർ ദ ടു വേവ് ഫംഗ്ഷൻ വിച്ച് അണ്ടർഗോ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടു ഗീവ് കറസ്പോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്, അല്ലേ? നമുക്കറിയാം കറസ്പോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ആ മോളിക്കുലാർ ഓർബിറ്റൽ അഡീഷൻ വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണെങ്കിൽ സൈ എ പ്ലസ് സൈ ബി, അത് ഈ സൈ പ്ലസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ രണ്ട് വേവ് ഫംഗ്ഷനും കൂടി കൺസ്ട്രക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയുമാണ്, അല്ലേ? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. അപ്പം റിസൾട്ടൻ്റ് വേവ് ഫംഗ്ഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത് രണ്ടിൻ്റെയും കൂടി സം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അല്ലേ? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കുറച്ചുകൂടി ഹൈ ആയിരിക്കും. അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന ഇത് എ എന്ന് പറയുന്ന ഫിഗറാണ്. ഇത് ഓക്കെ ഇതാണ് സൈ എ പ്ലസ് സൈ ബി നമ്മൾ പറഞ്ഞ മുമ്പത്തെ റിസൾട്ടൻ്റ്. ഇനി സെയിം എ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ എ, ഇറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ ബി. ദെൻ വാട്ട് അബൌട്ട് സൈ എ മൈനസ് സൈ ബി? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? സബ്സ്ട്രാക്ഷൻ ഓഫ് ദിസ് വേവ് ഫംഗ്ഷൻ. ദാറ്റ് മീൻ ഇത് ഇത്രയും ആംപ്ലിറ്റ്യൂഡാണ്, ഇത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഇത് രണ്ടും കൂടി വരുമ്പോൾ എന്താവും? ഒന്നുമില്ലാതെ ഇങ്ങനെ പോകും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ സൈ എ മൈനസ് സൈ ബി എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ മക്കളെ? സോ ഇതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് ഇതിനെയാണ് നമ്മൾ ഈ ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് നമ്മളിവിടെ പഠിച്ചില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ബോണ്ടിങ് എമ്മോ ആൻറ്റി ബോണ്ടിങ് എമ്മോ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിഗ്മ സ്റ്റാർ, അല്ലേ? ആൻറ്റി ബോണ്ടിങ്ങിനെ സ്റ്റാർ ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഇനി അപ്പം ഒരു ഓർബിറ്റലേ ഉള്ളൂ എങ്കിൽ ഇങ്ങനെയാണ് വരിക. എസ് ഓർബിറ്റലാണെങ്കിൽ ഇതാ വരിക, സിഗ്മയാണ് വരിക. എസ് ഓർബിറ്റലാണെങ്കിൽ. പി ഓർബിറ്റലാണെങ്കിൽ എന്താ വരിക? പി ഓർബിറ്റലാണെങ്കിൽ മോളിക്യൂൾസിന് എന്ത് വരും? പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ്, പി ഓഫ് വൈ, പി ഓഫ് സെഡ് ഉണ്ട്, അല്ലേ? അതിൽ പി ഓഫ് എക്സോ അല്ലെങ്കിൽ പി ഓഫ് സെഡ് ആണ് നമ്മൾ ജനറലായിട്ട് പറയുക. ഒരു പി ഓഫ് സെഡും ഒരു പി ഓഫ് സെഡും കൂടുകയാണെങ്കിൽ എന്താ ഉണ്ടാവും? മുമ്പത്തെ പോലെ തന്നെ സിഗ്മ സ്റ്റാർ തന്നെ ഉണ്ടാവും. പി ഓഫ് എക്സും പി ഓഫ് വൈയും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ സിഗ്മ ഓർബിറ്റലല്ല നടക്കുക, പിന്നെന്താ നടക്കുക? പൈ ബോണ്ടിങ് ആണ് നടക്കുക, അല്ലേ? പൈ ഓർബിറ്റൽ. അപ്പോൾ പൈ ഓർബിറ്റൽ വരുമ്പം പൈ സ്റ്റാർ ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അടുത്ത വീഡിയോയോട് കൂടി തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ.